ഈസ്റ്റേൺ സെൽഫിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണോ ആനക്കാര്യം. നമുക്കൊക്കെ അറിയാം ഇതൊരു കുറച്ച് ഒരു വൈൽഡ് അനിമലാണ്. അത് ഏത് നിമിഷവും അത് വയലൻ്റ് ആവാൻ സാധ്യതയുള്ള. അപ്പം അങ്ങനെ നമുക്ക് ഈ ഉത്സവത്തിനോ അല്ലെങ്കിൽ അമ്പല ചുറ്റുപാടുകളിലൊക്കെ ചങ്ങല കിട്ടില്ലെങ്കിൽ പൊതുവേ അത് പൊതുജനത്തിന് ഒരു അപകടകാരിയാണെന്നും അപ്പം നമുക്ക് ചങ്ങല ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഭാഗ്യലക്ഷ്മി. ചങ്ങല ഒഴിവാക്കി ചങ്ങലയില്ലാതെ മനുഷ്യരെ പറയുന്നുണ്ടോ? ആന വേണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ സ്ട്രക്ചറിൽ ആന ഈസ് എ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. ആയിക്കോട്ടെ, കുറെ ആൾക്കാർ ആന ഓൺ ചെയ്യുന്നുണ്ട്. ആന ഈസ് ബിഗ് ബിസിനസ്. ആന മേക്സ് എ ലോട്ട് ഓഫ് മണി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ബിസിനസ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണത്. അപ്പൊ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബിഗ് ബിസിനസ്. എത്രമാത്രം അവർ ആന സ്നേഹമാണ്, ആന പ്രേമമാണെന്നൊക്കെ അവർ പറഞ്ഞാലും ഇറ്റ് ഈസ് ബേസിക്കലി ബിസിനസ്. അപ്പൊ ബിസിനസിന്റെ ഒരു ഭാഗമായിട്ടാണ് ആന ഓണർഷിപ്പ്. അപ്പോൾ ഒബ്വിയസ്ലി അപ്പോൾ അങ്ങനെ ഒരു എന്തായാലും ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കും, ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥിതിയിൽ ഒബ്വിയസ്ലി ആന പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആന പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ അറ്റ്ലീസ്റ്റ് അതിനെ നോക്കണം, നല്ലോണം നോക്കണം, അതിനെ സ്നേഹത്തോടെ വളർത്തണം, അതിന് വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ടൊക്കെ തറവാടുകളിൽ ആനയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു അഭിമാനത്തിന്റെ, ഒരു അന്തസ്സിന്റെ, ആനയുള്ള തറവാട് എന്നൊക്കെ പറയുമായിരുന്നു. ഇന്നിപ്പോ അത് മാറിയിട്ട് ആന ഒരു ബിസിനസ്സായി മാറുന്നില്ല. സാധാരണക്കാരും ഈ ആനയെ മേടിക്കാറുണ്ട്. ഇപ്പൊ ഈ ആനയോടുള്ള കമ്പം മൂത്തിട്ട് സ്വന്തം കിടപ്പാടം ബിസിനസ് അല്ലേ? അല്ല, ബിസിനസ് അല്ല. ആനയ്ക്ക് ഉത്സവകാലങ്ങളിൽ മാക്സിമം ഉത്സവത്തിന് വിടുകയും അത് കഴിയുമ്പോ ഈ തടി പിടിക്കാൻ വിടുകയും ചെയ്യുന്ന ഒരു ബിസിനസ്. എത്രയാണ് പൈസ? 90 ദിവസം പാട്ടത്തിന് കൊടുക്കും. 90 ദിവസമാണ് ഉത്സവം. 50 ദിവസമായിരിക്കും പരിപാടി കിട്ടുന്നത്. ഈ 50 ദിവസത്തെ പരിപാടി വെച്ചിട്ടാണ് ഈ 365 ദിവസം ഒരാള് ഒരു മിനിറ്റ് ഒരു പിന്നെ ഉത്സവത്തിന് വിട്ടാൽ ആനയ്ക്ക് എത്ര? ഇന്ന് വളരെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആനയൊക്കെ ആണെങ്കിൽ 40,000 രൂപ കിട്ടും. പക്ഷേ അതൊരു 5 ആനയെ കേരളത്തിലുള്ളൂ. അങ്ങനത്തെ ഒരു 5 ആനയെ കേരളത്തിലുള്ളൂ. ബാക്കി ആനകളുടെ പാട്ടം എന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് താഴെയാണ്. ഈ 10,000 രൂപ വെച്ച് 50 പരിപാടി ഏറ്റവും കൂടുതൽ ഒരു ആന എടുത്ത എത്ര രൂപയാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ല, ആന ഒരു സമൂഹജീവിയാണ്. ആന കാട്ടിൽ ജനിച്ചിട്ട് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ ആന മാത്രമേ ഉള്ളൂ. 6ാമത്തെ പല്ല് കൊഴിയുന്നത് 48-50 വയസ്സിനിടയ്ക്കാണ്. ഈ 48-50 വയസ്സിനിടയ്ക്ക് ആ പല്ല് പൊഴിഞ്ഞു പോകും. ആനയ്ക്ക് പല്ലില്ല ആഹാരം കഴിക്കാനേ. അപ്പോൾ കാണുന്നൊക്കെ വലിച്ചു വാരി ആന തിന്നു കഴിഞ്ഞിട്ട് ആനയ്ക്ക് ഇരണ്ടക്കെട്ടുണ്ടായി ആന മരിച്ചു പോകുന്നു. അതേസമയം നാട്ടിൽ ആനയ്ക്ക് 7ാമത്തെ വയസ്സിൽ ആനയുടെ പാൽപ്പല്ല് പൊഴിയുന്നുണ്ട്, 20ാമത്തെ വയസ്സിൽ പൊഴിയുന്നുണ്ട്. അങ്ങനെ 6 പ്രാവശ്യം ആനയുടെ പല്ല് പൊഴിയുമ്പോൾ നാട്ടിലെ ഉടമസ്ഥർക്കും അതിനെ കൊണ്ടുനടക്കുന്ന പാപ്പന്മാർക്കും അറിയാം ആനയ്ക്ക് ഇപ്പോൾ പല്ല് പൊഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആഹാരം കൊടുക്കണം. അങ്ങനെ നമ്മൾ ആനയുടെ ആയുസ്സിനെ, നാട്ടിലുള്ള ആനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. അത് നമ്മളിവിടെ ആനയെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പരിപാലിക്കുന്നത് കൊണ്ടാണ് ആനയ്ക്ക് ഇത്രയും ദീർഘായുസ് നമുക്ക് നീട്ടിയെടുക്കാൻ ഒക്കുന്നത്. ഫോറസ്റ്റിലെ ഡോക്ടർ ഉണ്ടല്ലോ, ഫോറസ്റ്റിലെ 50 വയസ്സാണ് കാട്ടാനയുടെ ആയുസ്. ശ്രീകുമാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ചിത്രീകരിക്കുമ്പോൾ ആനയുടെ പല ഘട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. നമുക്ക് പീഡനം, നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പീഡന കഥകൾ തന്നെയാണ് പറയുന്നത്. അതേസമയം സ്നേഹമുള്ള കുറെ കഥകളും കൂടി ഉണ്ടായിരിക്കും അല്ലേ? ഒരു എന്തെങ്കിലും ഒരു അനുഭവം പറയുമോ അങ്ങനെയുള്ള ആനകൾ? ആനകളുടെ അനുഭവം നമ്മൾ പറഞ്ഞില്ലേ, കാട്ടാന നാട്ടാനായിട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ മുതുമല ആനക്യാമ്പ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മുതുമല ആനക്യാമ്പിൽ കാട്ടാനയായിരുന്നപ്പോൾ 20-ലധികം ആളുകളെ കൊന്നിട്ടുള്ള മുതുമല മൂർത്തി എന്ന് പറയുന്ന ഒരു ആനയുണ്ടായിരുന്നു. അവനെ നമ്മൾ സാധാരണ സമൂഹത്തിൽ ഇത്രയും മനുഷ്യരെ കൊല ചെയ്യുന്ന ഒരു ആന എന്താ ചെയ്യുന്നത്? അതിനെ നിർദ്ദയം വെടിവെച്ച് കൊല്ലാനോ അതിനൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം. പക്ഷേ അതിനെ വെടിവെച്ച് അതിനെ പരുവപ്പെടുത്തി നാട്ടാനയായി മാറ്റിയെടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മുതുമല ആനക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ എല്ലാവരോടും ഇണങ്ങി നന്നായിട്ട് ജീവിക്കുന്ന ഒരു ആനയായിട്ട് ഇന്നത് അവിടെ ഉണ്ട്. അപ്പൊ ഈ കാട്ടാനയിൽ നിന്ന് അത്തരം അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ മാതിരി ആ ഒരു പീഡനത്തിന്റെ അല്ല, അതാണ് രസം. അവിടെ ചിത്ര മനസ്സിലാക്കേണ്ട, അവിടെ മുതുമല ആനക്യാമ്പിൽ പീഡനത്തിന്റെ അംശം പോലും ഇല്ല. നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മുതുമല ആനക്യാമ്പിലെ ആനകൾ ഒരേ സമയം പകുതി കാട്ടാനകളും പകുതി നാട്ടാനകളുമാണ്.
അവരെ അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും എല്ലാം സർക്കാർ കൊടുക്കുന്നു. അവർ സമയാസമയം വന്ന് കഴിക്കുന്നു. അതിനുശേഷം അവർ അവിടെ ഗ്രേസിംഗ് എന്ന് പറയും, അവരെ കാട്ടിലേക്ക് അഴിച്ചു വിടും ആനകളെ. അവർ ഒരു ചങ്ങല മാത്രം ഉണ്ടാവും. അപ്പോൾ ഈ ചങ്ങല കാട്ടിൽ അത് ഇഷ്ടാനുസരണം രാത്രിയിലൊക്കെ അവർ സഞ്ചരിക്കുന്നു. അവർ തമ്മിൽ ഇണചേരുന്നുണ്ട്, അല്ലെ മറ്റു കാട്ടാനകളുമായിട്ട് ഈ ആനകൾ ഇണചേരുന്നുണ്ട്. ഈ ചങ്ങലപ്പാട് നോക്കി പാപ്പാന്മാർ പിന്നാലെ പോയി ആ സമയത്ത് കൂട്ടിക്കൊണ്ടുവരുന്നു. അതുപോലെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ പറയില്ല, എല്ലാവരും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഇത്രയും ഇതിനെതിരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കേരളത്തിലെ ആനകൾക്ക് പരമാവധി സന്തോഷവും ഒരു സൗഖ്യവും നൽകാൻ കഴിയുമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഈ അരുവിക്കര നിയോജകമണ്ഡലത്തിലെ പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ ഇവിടുത്തെ കൈരളിയുടെ ലൈബ്രറിയിലുണ്ട് കൊലകൊല്ലി എന്ന് പറയുന്ന ഒരു ആന ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 40 വെള്ളിക്കാശും 400 വോട്ടിനും വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടുത്തെ ആദിവാസികളെല്ലാവരും കൂടി പറഞ്ഞു, ഈ ആന ഞങ്ങൾക്ക് ശല്യമാണ്, ഇവിടുത്തെ ഞങ്ങളെല്ലാവരും കൊല ചെയ്യുന്നു. ഈ കൊല ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കുറ്റവും ഇവന്റെ തലയിൽ കെട്ടിയിട്ട് അന്നത്തെ ഭരണകൂടം ഇവനെ പിടിച്ചു കെട്ടാൻ തമിഴ്നാട്ടിൽ നിന്ന് കുങ്കി ആനകളെ കൊണ്ടുവന്ന് ഇവനെ പിടിച്ച് ദിവസങ്ങൾ നീണ്ട ഒരു ഓപ്പറേഷൻ തന്നെ. അതിനുശേഷം ഇവനെ പിടിച്ചതായി കഴിഞ്ഞ് അവിടെ വെച്ച് ആന കൊല്ലപ്പെടുന്നു. ഞാൻ ഇവിടുത്തെ ഇവിടെ നടക്കുന്ന ഓരോ പീഡനത്തിനും പാപ്പാനെതിരെയും ഉടമയ്ക്കെതിരെയും കേസെടുക്കണം. അതേ നാണയത്തിൽ തന്നെ ഇവിടുത്തെ വന്യജീവികളെയും കാടിനെയും സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്ന വനംവകുപ്പ് മന്ത്രിയല്ലേ, ആ ആനയുടെ കൊലപാതകത്തിനൊക്കെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി അയാൾ ഒന്നാം പ്രതിയായിട്ട് കേസെടുക്കപ്പെടണ്ടേ? അല്ലെങ്കിൽ ഇവിടെ 300-400 വർഷം മുമ്പ് ആനക്കൂട്ടം ഏത് പാതയിലൂടെ സഞ്ചരിച്ചിരുന്നു? അതാണ് ആനത്താരകൾ. ആനത്താരകളുടെ പുനർനിർമ്മാണത്തിനായി സെൻട്രൽ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫണ്ട് മേടിച്ച് ഇവിടുത്തെ ആനത്താരകളുടെ പുനർനിർമ്മാണത്തിനായിട്ട് എന്തെങ്കിലും നടപടി നമ്മുടെ സർക്കാരുകൾ എടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും വോട്ട് രാഷ്ട്രീയം വരും. ഇവിടുത്തെ ഭരണകൂടം എല്ലാം അതിന്റെ പിന്നാലെ പോകും. ഇപ്പോ താങ്കളും കൂടി പ്രതിനിധിയായിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളിവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മുമ്പിൽ 2 ആന ഉടമസ്ഥർ ഇരിക്കുന്നുണ്ട്. അവരുടെ ആനകളെ സംബന്ധിച്ച് അവർ സേഫാണ്, അവർ ആന ഭ്രാന്തന്മാരാണെന്ന് അവർ തന്നെ പറയുന്നു. വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ആനകളെ ഇതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകും. അപ്പം നേരത്തെ ചിത്ര പറഞ്ഞതുപോലെ അതൊരു ആനയുടെ ഭാഗ്യമാണെന്ന്. അതല്ലാതെ ഇപ്പം നേരത്തെ കല്യാണ സ്ഥലത്ത് കാണുന്ന അല്ലെങ്കിൽ റോഡിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ആന, ഇതിനെതിരെ നിങ്ങളുടെ ഈ ഓർഗനൈസേഷൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താറുണ്ടോ? ശ്രമങ്ങൾ ഞങ്ങളിപ്പം ഈയിടെ പാറശാലയിലെ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു ആനയെക്കുറിച്ച് അവിടുത്തെ ഒരു അയൽവാസി 4 വർഷം കൊണ്ട് ഒരു സ്ഥാനത്ത് തന്നെ 4 വർഷം കൊണ്ട് ഒറ്റക്കെട്ടിൽ നിൽക്കുകയാണ്, ചങ്ങലക്കിട്ട് പൂട്ടി നിൽക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ മേനക ഗാന്ധിക്ക് ഒരു മെയിൽ വിട്ടിട്ട് മേനക ഗാന്ധി PFAയോട് അത് നോക്കാൻ പറഞ്ഞു, എന്താ എൻ്റെ കാര്യം. അങ്ങനെ PFA ചെന്ന് നോക്കിയപ്പം ആന ഇങ്ങനെ വളരെ ചെളിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പിണ്ടത്തിൽ ഒക്കെ ആയിട്ട് കൊതുകും ഈച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. വളരെ ഒരു റെസ്റ്റ്ലെസ്നെസ് കാണിച്ചിട്ട് വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് കഴിഞ്ഞ 4 years ആയിട്ട് മാറ്റിയിട്ട് ആ സ്ഥാനത്തൊന്നും മാറ്റിയിട്ടില്ല. ഒരു ശരിയായ പാപ്പാനില്ല. അങ്ങനെ കേസിന് പോയി അവിടെയൊക്കെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ടൊന്നും രക്ഷയില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും സെന്ററിൽ നിന്ന് തന്നെ കേസിന് പോയി ഒരു ഗുണമായ വിധി വന്നിട്ട് പോലും ഇപ്പോഴും ആന ആ നിപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ അതിനെ കുറിച്ച് എനിക്ക് പറയാണ്ട് ഒരു ഗുണമായ വിധിയൊന്നും അല്ല അതിനെ കുറിച്ച് വന്നത്. എന്താ കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരാളെ അവരെ പരിശോധിക്കാൻ വേണ്ടി ഒരാളെ വിട്ടു. അദ്ദേഹം പറഞ്ഞു പരിശോധിക്കാൻ വന്നപ്പോൾ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കുകയുണ്ടായി. അതിന് മുകളിൽ എന്താ ഇവിടുത്തെ ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയോട് ഒരാളെ വിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. ആന ഏത് സ്ഥിതിയിലാണ് അവിടെ നിൽക്കുന്നത്, നല്ല ഇതിലാണോ, എന്തെങ്കിലും പരാതികളുണ്ടോ ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു, ഒരു പ്രശ്നമില്ലാന്ന് റിപ്പോർട്ട് ചെയ്തു. ആ കേസ് അങ്ങനെ തന്നെ തള്ളിപ്പോയി. ഒരു അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആനപ്പാപ്പാന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ ഇടയ്ക്കൊരു ശാസ്തമംഗലം ജംഗ്ഷനിൽ കണ്ടു ഒരു ആനപ്പാപ്പാൻ അടിച്ച് ഫിറ്റായിട്ട് ബോധമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഈ പാപ്പാൻ പറഞ്ഞല്ലാതെ അവിടെ നിന്ന് അനങ്ങില്ല. ഏകദേശം വൈകുന്നേരം വരെ ഈ ഇങ്ങനെ ആനപ്പാപ്പാനെ നോക്കി കിടക്കുക, പാപ്പാനെ എണീക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ ഈ അസോസിയേഷൻ വഴി നിയന്ത്രിക്കേണ്ട കാര്യങ്ങളല്ലേ? സത്യമാണ് പറഞ്ഞത്. ഇതിലെ ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഈ പാപ്പാന്മാരെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന മദ്യപിക്കുന്നവരാണെന്നാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെ സംഭവങ്ങളുണ്ട്. അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ള പണിയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇപ്പം മദ്യത്തിനേക്കാളും അപകടകരമായ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്. അതുണ്ട്. ചില ആളുകൾ അതും ചെയ്തു കൂടാക്കില്ല, ചില ആളുകൾ അതും ചെയ്തു കൂടാക്കില്ല, ചില ആളുകൾ മേഡം അതും ചെയ്തു കൂടാക്കില്ല. ഞങ്ങൾ അതിന്റെ മുകളിൽ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ കർശനമായ നിലപാട് എന്ന് പറയുന്നത് അത് സത്യസന്ധമായ നിലപാട്. എന്താ, തൊഴിലാളികൾ അത്തരത്തിൽ ഏതെങ്കിലും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആനകളെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ മുകളിൽ കർശനമായ നിലപാട് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ നിയമജ്ഞരും കാണില്ലേ, കർശനമായ നിലപാടുകൾ എടുക്കണമെന്ന് പറയുന്ന ഏക സംഘടനകൾ. ഇതും കൂടി ഇതിലെ ആന വാല് മുറിച്ചിട്ട് തെറ്റാണ്. ആരതിനെ അംഗീകരിക്കരുത്? ഇത്തരം ഒരു 60 വയസ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പരമാവധി പണിക്കോ ഒന്നും വിടാതെ വീട്ടിൽ നമ്മളൊരു അച്ഛനോ അമ്മയോ പ്രായമായ എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ നമ്മൾ വീട്ടിൽ സംരക്ഷിക്കാനുള്ള അത് നടത്തണതാണ്. നമ്മൾ നടത്തണതാണ്. നമ്മളവിടെ ഇങ്ങനത്തെ പ്രായമായിട്ടുള്ള ആനകളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം ആഡ് ചെയ്യട്ടെ, ഇപ്പം ജല്ലിക്കെട്ട് പോലെ മനുഷ്യനെ ഗൗരവതരമായി ഇഞ്ചുറി ചെയ്യുന്ന കാര്യം പോലും ഒരു നിയമം പോലൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അതൊക്കെ സാംസ്കാരിക തനിമയാണ്. അതിന് കുറേ നിയന്ത്രണം കൊണ്ടുവരണം. ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, ചെറുതായിട്ടെങ്കിലും നമ്മുടെ അമ്പലങ്ങളിൽ, എല്ലാ അമ്പലങ്ങളിലും അല്ല, ചില അമ്പലങ്ങളിൽ ആർഭാടം വളരെയധികം കൂടുന്നുണ്ട്. പലപ്പോഴും മനുഷ്യന് വേണ്ടി ചിലവാക്കേണ്ട കാശ് പലപ്പോഴും അമിതമായി നമ്മൾ കത്തിച്ച് കളയാനും മൃഗങ്ങൾക്ക് വേണ്ടി കളയാനും ആനയ്ക്ക് വേണ്ടി, അതായത് ഈ ആർഭാടത്തിന് വേണ്ടി കളയാനും നോക്കുന്നുണ്ട്. പരസ്പരം കുറെ കൂടി ഒരു എക്കണോമിക്കലി ഇത് സമീപിക്കുകയാണെങ്കിൽ ആന അതിന്റെ സാംസ്കാരിക തനിമയോടെ നിലനിൽക്കുകയും ചെയ്യും. ഈ ആനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റിന്റെ വിമർശനങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടെ ശക്തമായ മറുപടി പറയാനും കഴിയും. ബ്രാഹ്മണെന്നും ക്ഷത്രിയെന്നും ആനയുടെ സ്വഭാവത്തിലാണ് പറഞ്ഞത്, അല്ലാതെ ജാതി അല്ലത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ജനത്തിന്റെ ഒരു സൈക്കോളജി അത് സത്യമാണ്. അങ്ങനെ ഒരു അങ്ങനെ സ്വഭാവം അങ്ങനെയല്ല, അത് തീഷ്ണതയുള്ള സ്വഭാവം, ശാന്തത. വെജിറ്റേറിയൻ കൾച്ചറുള്ളവർക്ക് ശാന്തത കാണണമെന്നാണ്. അങ്ങനെയൊന്നും അല്ല ഇപ്പൊ കാണുന്നത്. അതെ, അല്ല, മാംസം തിന്നുന്ന ആനകളും ഉണ്ട്, തിന്നാത്ത ആനകളും ഉണ്ട്. വഴിയിൽ ചത്ത് കിടക്കുന്ന പട്ടിയെ ആന ഇന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ എന്റെ പേര് പറയുന്നില്ല. കാരണം ആളുകൾ അതിനെ അങ്ങനെ ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളീ പറഞ്ഞ പോലെ അതിനോട് എടുത്ത് തിന്നുന്ന ആനയുണ്ട്. ഇറച്ചിക്കടയുടെ ഇറച്ചിക്കടയുടെ മുമ്പ് ചെന്നാൽ അവിടെ വഴക്കുണ്ടാക്കിയിട്ട് പാപ്പാനെ ഓടിച്ചിട്ട് കയറി ഇറച്ചിയെടുത്ത് തിന്നുന്ന ആനയുണ്ട്. ആ ആന വേറെ, നല്ല സ്വഭാവമുള്ള ആന വേറെ. മനുഷ്യനിലുള്ളത് പോലെ അത്ര ഇതുണ്ട്. അതാ പറഞ്ഞപ്പോഴാണ് അവർക്ക് അതിനെപ്പറ്റി അത്ര ഡീപ്പായിട്ട് അറിയില്ല. ചോദിക്കട്ടെ, അത് ഈ നാട്ടിൽ കാണുന്ന ആനകൾക്കല്ലേ? കാട്ടിലുള്ള ഒരു ആന ഒരിക്കലും നോൺ വെജ് കഴിക്കുമെന്ന് നോൺ വെജ് കഴിക്കുമെന്ന് ഞങ്ങൾ അനുഭവത്തിൽ കണ്ടിട്ടില്ല. കഴിക്കുന്നോ ഇല്ലേന്ന് അറിയില്ലല്ലോ. നമുക്കറിയാം എന്തെങ്കിലും ചത്ത് കിടക്കുന്ന എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്നിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അത് ഇറച്ചി എങ്കിൽ അപ്പുറം തൊട്ട് പഴക്കട എത്തുമ്പോ അത് നിൽക്കണ്ടേ? അതല്ലേ അതിന് ഇഷ്ടമുള്ള സാധനം. എങ്കിൽ ഇറച്ചിക്കടയുടെ മുമ്പ് തന്നെ നിൽക്കുന്നതിന്റെ കാര്യം എന്ത്? എനിക്കറിയില്ല, ഞാൻ ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. എനിക്കറിയില്ല. അത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. ചിത്ര, ഒരു മൃഗസ്നേഹി എന്നുള്ള നിലയ്ക്ക് ആനയെ എങ്ങനെ പരിപാലിക്കണം എന്നാണ് ചിത്ര പറയുന്നത്? ഞാൻ ആന എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ വായിച്ച് കുറേ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരു നല്ല രീതിയിൽ പരിപാലിക്കുന്ന ആന റെസ്ക്യൂ സെന്റേഴ്സ് ഉണ്ട്. വയ്യാത്തതിനെയും പിന്നെ വയസ്സായതിനെയും കണ്ണ് കാണാത്തതിനെയും ഒക്കെ നമുക്ക് അതിനെയൊക്കെ എഴുന്നള്ളിക്കാതെ അതുങ്ങൾക്ക് വേണ്ടി ഒരു റെസ്ക്യൂ സെന്റർ ഗവൺമെന്റ് തന്നെ ഒരു ലാൻഡ് തരണം, ഒരു സാങ്ച്വറി പോലെ. ബിക്കോസ് നമുക്ക് കാട്ടിലേക്ക് തിരിച്ചതിനെ വിടാൻ പറ്റില്ല. ഒരു കാട് പോലത്തെ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനെ ചങ്ങലകളില്ലാതെ ഫ്രീ ആയിട്ട് വിടണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. അപ്പൊ വയ്യാത്തതിനെയൊക്കെ എന്നിട്ട് ഇതിനെ പരിപാലിക്കാനുള്ള ഫണ്ടും നമുക്ക് ഗവൺമെന്റ് തന്നെ കിട്ടണം. ഗവൺമെന്റിന്റെ ആയിരിക്കണം ഇത്. ഏതെങ്കിലും ഒരു NGO അത് നടത്തണം. ബിക്കോസ് ഒരു പബ്ലിക് പ്രസൻസ് അവിടെ വേണം. ഇത് ഓപ്പൺ ആയിരിക്കണം. വിദേശത്തുനിന്ന് ഇവർക്ക് ഈ ഫണ്ട് ഇവര് ഇത്തരത്തിൽ ആനകളെ കേരളത്തിൽ പീഡിപ്പിക്കുന്നു എന്നൊരു വ്യാപക പ്രചാരണം നടത്തിയിട്ട് ആനകളെ പിടിച്ചെടുത്ത് ₹1 പോലും എനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. മൃഗസ്നേഹമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവിടത്തെ പശുക്കളെ ഇവിടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അറുത്ത് തലകുഴി 6 മാസം 7 മാസം ഗർഭമുള്ള പശുക്കളെ അറുത്ത് തിന്നപ്പോ നിങ്ങളുടെ മൃഗസ്നേഹം എവിടെ പോയി? ശബ്ദം വേണ്ട, കാര്യമാണ് ചോദിക്കുന്നത്. നമ്മൾ നിങ്ങളുടെ മൃഗത്തിന്റെ ജീവനും ആനയുടെ ജീവനും തുല്യ വിലയാണ്. അനിമൽസിന്റെ റൈറ്റ്സിനെ പറ്റി സംസാരിക്കണമെങ്കിൽ 6 മാസം 7 മാസം ഗർഭമുള്ള പശുവിനെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അറുത്ത് തിന്നുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? പലപ്പോഴും ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആനകളിലേക്ക് വരുന്ന ഫോക്കസ്, ആനകളുടെ കാലിന്റെ മുറിവിന്റെ ഫോക്കസ് പശുവിന്റെ കഴുത്തിൽ വെട്ടുമ്പോൾ ഉണ്ടാവുന്നില്ല എന്നൊരു ഇതില്ലേന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. കാര്യം പലപ്പോഴും പശുവിനോട് കാണിക്കാത്ത കരുണ ആനയോടും വിശിഷ്യ
ചില ആനകളോടും കാണിക്കുന്നുണ്ടോ എന്ന സംശയം ഒരുപാട് പേർക്കുണ്ട്. അപ്പം ബാക്കി എല്ലാ ജന്തു ജീവജാലങ്ങളോടും ഈ കരുണ വേണം. അത് പലപ്പോഴും ചെയ്യാറില്ല. അല്ല, അതെന്താ അറിയോ, ആനകൾക്കെതിരെ നടക്കുന്ന പീഡനം പ്രത്യക്ഷത്തിൽ കാണുന്നു, മറ്റത് സ്വകാര്യമായിട്ടായിരിക്കും. അറവുമാടുകളെയൊക്കെ കൊല്ലുന്നത് ഇതിനേക്കാൾ ക്രൂരമല്ലേ? നിയമങ്ങളുടെ കാര്യങ്ങൾ ഇപ്പൊ പലതും പറയണ്ടല്ലോ. ഇപ്പൊ ഒരു 10-15 വർഷം മുമ്പ് മേരാഗാന്ധി പട്ടികളെ കൊല്ലരുതെന്ന് പറഞ്ഞു. ഇന്ന് അതിനുശേഷം ഈ പട്ടികളെ എന്ത് ചെയ്യണം എന്നുള്ളതില്ല. ബന്ധീകരണം നടത്തണമെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അത് പക്ഷേ അത് നഗരസഭകളും മറ്റും ചെയ്യണം, ഫണ്ടില്ല. നമ്മൾ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇന്നിപ്പോൾ എന്താ ഇത്ര പേരെ പേപ്പട്ടി കടിച്ചിട്ട് ആശുപത്രിയും കാര്യങ്ങളും അതിനെക്കുറിച്ച് ആർക്കൊരു ചർച്ചയില്ല. കാരണം അന്ന് തീരുമാനിക്കുമ്പോൾ അതിന്റെ ഭാവിയും കൂടി തീരുമാനിക്കണം. ഈ പട്ടികൾ എന്ത് ചെയ്യണം തീരുമാനിക്കണം. ഇവിടെ നിയമങ്ങൾ വെറുതെ അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരും ചെയ്യുന്നില്ല. അതാണ് ആദ്യം നമുക്ക് നടപ്പിലാക്കേണ്ടത്. അത് അടുത്തത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ആനകളെ റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ചില നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പരിപാലിക്കപ്പെടണം. അതെന്താണെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെന്താണ് നിയമങ്ങൾ? എന്താണ് നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നിയമത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് റൂൾസ് ഉണ്ടല്ലോ മേഡം. റൂൾസ് ഉണ്ട്. ആനപരിപാലന നിയമമുണ്ട്. ആനപരിപാലന നിയമമുണ്ട്. അല്ല, ഒരു മിനിറ്റ്. കേരള ഗവൺമെന്റ് ഡോക്ടർക്ക് കൂടുതൽ പറയാൻ പറ്റും അതിനെ കുറിച്ചിട്ട്. മേഡം ഞാൻ പറയാതെ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നമുക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അതായത് രാവിലെ 11 മണിക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ആന യാതൊരു വശവും എഴുന്നള്ളിക്കാനോ നടത്താനോ പറ്റത്തില്ല. പിന്നെ ആന നടത്തിയിട്ട് പോകുന്നതിന് നിയമമുണ്ട്. ഒരു ദിവസം പരമാവധി 30 കിലോമീറ്റർ ആന നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അത് രാവിലെയോ അല്ല വൈകിട്ടോ കൊണ്ടുപോകണം. അതിൽ കൂടുതലുള്ള 50 കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള എങ്ങോട്ട് ആനയെ കൊണ്ടുപോയാലും അത് വാഹനത്തിൽ കൊണ്ടുപോകണം. ആ വാഹനത്തിൽ പ്രത്യേക ഡിഎഫ്എംമാരെ പ്രത്യേക പെർമിറ്റുള്ള ആനയ്ക്ക് വേണ്ടി സുരക്ഷിതമായിട്ടൊരു വാഹനമായിരിക്കണം. അത് പ്രത്യേക നിയമമുണ്ട്. അത് ആന ലോറി കയറ്റുന്ന ഒരു ഡോക്ടർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. വെയിലുള്ള സമയം ആനയെ റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ആ 11 മണിക്ക് 12 മണിക്ക് 1 മണിക്കൊക്കെ ആനയെ റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ നിയമം അനുസരിക്കാതിരിക്കുമ്പോ അവർക്കെതിരെ നമ്മൾ നടപടി എടുക്കാനും കൂടെ അവിടെ ഇവിടെ എടുക്കുന്നു. പക്ഷേ എല്ലായിടത്തും എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നമുക്കില്ല. അതാണ് എന്തുകൊണ്ടാണ് അത് അദ്ദേഹം പറയുന്നത്? ധാരാളം കേസുകൾ ഈ സമയത്ത് റോഡിൽ കൂടി നടത്തിയാൽ ഇമ്മീഡിയറ്റ് കേസ് എടുക്കുന്നുണ്ട്, നടപടി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കഴിവതും 10 മണി കഴിഞ്ഞാൽ ആനകളെ 3 മണി വരെ റോഡിൽ കൂടെ നടത്തരുതെന്ന് നമ്മൾ കർശന നിർദ്ദേശം കൊടുക്കും. ചില പാപ്പാന്മാര് ചിലപ്പോൾ ഉടമസ്ഥൻ അറിയാതെ തന്നെ അങ്ങനെ നടത്തുന്നുണ്ട്. അത് നടത്തിയാൽ അത് ആരെങ്കിലും വഴി അറിയണമെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആ പാപ്പനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആനയെ കെട്ടിക്കെട്ട് എവിടെ ആരുടെ ചോദിച്ചോണ്ട് പോയി നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, വാഹനം ഓടിക്കാൻ നിയമമുണ്ട്. വാഹന നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ട്, അതിനെതിരെ കേസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ആനയെ അമിതമായി പീഡിപ്പിക്കുന്നു ഒരു പാപ്പാനെ പുറത്താക്കാൻ നിങ്ങളുടെ ധാരാളം പേര് ഇഷ്ടം പോലെ ജയിലിൽ കിടക്കുന്നവരുണ്ട്, ജയിലെടുക്കുന്ന ആളുകളുണ്ട്. ഇറക്കാൻ പോലും ആരുമില്ല, ജയിലിൽ കിടക്കുന്ന ആരും ഇറക്കാൻ പോലും ഒരു ജാമ്യത്തിൽ പോലും ശ്രമിക്കാതെ ജയിലെടുക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ആനയുണ്ട്. അതിന്റെ ഒരു കൊമ്പ് പഴുത്ത് വീണിട്ടുണ്ട്. ഇപ്പൊ ഈ നമുക്കറിയാവുന്ന ഇന്നത്തെ ഏറ്റവും മുന്തിയ ആനയ്ക്ക് 4 കോടി 5 കോടി രൂപ വിലയുള്ളപ്പോൾ ഒരു സാധാരണക്ക് അതുപോലെ തന്നെ അതിന്റെ ഒരു കണ്ണ് പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണ് കളയുന്ന പാപ്പാന്മാരില്ലെന്നല്ല പറയുന്നത്. ചിലപ്പോ നമ്മൾ പറഞ്ഞ മനുഷ്യന്റെ ക്രൂരത ഇപ്പൊ ആനയോടെന്നല്ല അവന്റെ പ്രവൃത്തിയിൽ എല്ലാത്തിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു എനിക്കറിയാവുന്ന ഒരു ഒറ്റപ്പെട്ട ആനയുടെ ഒരു കണ്ണ് കളഞ്ഞ പാപ്പാനെ എനിക്കറിയാം. ആ കണ്ണ് കളഞ്ഞ പാപ്പാൻ ഇന്ന് തൊഴിൽ രംഗത്തില്ല, അയാളില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് അത് ഞാൻ പറഞ്ഞത് മനുഷ്യനെ കൊല ചെയ്യുന്നില്ലേ? നമ്മളിപ്പോ അച്ഛൻ മകനെ കൊല്ലുന്നു. പക്ഷെ അതിനെ ജനറലൈസ് ചെയ്യരുതെന്നാ പറയുന്നത്. അമ്പലത്തിൽ ആന ആൾക്കാരെ ഇങ്ങനെ കുത്തി കൊന്നിടുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അതങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ അത്തരം സമയങ്ങളിൽ ആനയ്ക്ക് പ്രകോപനം ഉണ്ടാവും. എന്തുകൊണ്ട് പൂരപ്പറമ്പിൽ ആന ഇടയുന്നു, ആന പ്രശ്നം ഉണ്ടാക്കുന്നു? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാര് പൊതുജനങ്ങളാണ്. അതാണ് അതിന്റെ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഈ സീസണില് 3 സ്ഥലത്ത് ആനകൾ ഇടഞ്ഞതിന്റെ പ്രകോപനം ഉണ്ടാക്കിയത് പൊതുജനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ആനയെ കൊണ്ടുവരണം? നമുക്കത് സംഗീതം വേണ്ട വെച്ചൂടെ? മാഡം പാടുന്ന സംഗീതം വേണ്ട. ഒരു സാവകാശ ജീവിയാണ്. അതിങ്ങനെ കൂട്ടത്താൽ ഇങ്ങനെ സാവകാശത്തിൽ ജീവിക്കാനാണ് അനിഷ്ടം. വനത്തിൽ സാവകാശം ജീവിക്കുന്ന ഒരു ജീവിയെ നമ്മൾ പിടിച്ച്, അത് കുട്ടികളാണ് ബേസിക്കലി പിടിക്കുന്നത്. വനത്തിൽ കുഴികളൊക്കെ ഉണ്ടാക്കി പിറ്റ്സൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പിടിച്ചിട്ടാണ് നാട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഒരു വളരെ
വളരെ ഡീപ്പായിട്ടുള്ള ട്രെയിനിങ് ആണ് പിന്നെ അങ്ങോട്ട് വളരെ ക്രൂവലായിട്ടുള്ള ട്രെയിനിങ് ചെയ്താണ് അതിന് ഈ പറഞ്ഞ നാട്ടാന, ഈ കാട്ടാന ഇതെന്ത് വാക്കുകളാണ്? ആന കാടും വനവുമായിട്ട് ജനിച്ച് അങ്ങനെ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചത്, കാട്ടിൽ ജീവിക്കാൻ. ഇപ്പൊ പറഞ്ഞു വനത്തിൽ നിന്ന് ഇറങ്ങി വന്നു ആൾക്കാരെ കൊല്ലുന്നു. മനുഷ്യർ വനം ആക്രമിച്ച് വനത്തിലോട്ട് ഇപ്പം എല്ലാവരുടെയും ജീവിതങ്ങൾ നീങ്ങി വനം ചെറുതായി മാറി. ജീവികൾക്ക് ജീവിക്കാൻ ഇപ്പൊ വീടില്ല, സ്ഥലമില്ല. അവർ ജീവിക്കേണ്ട ആ ഏരിയയിൽ നമ്മൾ ആക്രമിച്ച് കയറി ഭൂമി എടുത്തെടുത്ത് അവിടെ കൃഷിയും ചെയ്ത് വനം ഇപ്പം ചെറുതായി മാറുകയാണ്. മരങ്ങളും മുറിച്ച് ഈ ടിമ്പർ ആൾക്കാരും എല്ലാവരും എല്ലാ മരവും കാര്യങ്ങളും എല്ലാവർക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഇതിലൊരു ബാലൻസ്, വല്ല ടിമ്പർ പ്ലാന്റേഷൻസോ അങ്ങനെ വല്ല ബാലൻസിൽ പോകുന്നത് നല്ല. അല്ല വനത്തിൽ കയറി അവരുടെ ആകെയുള്ള സ്ഥലം നമ്മൾ അത് ആക്രമിച്ചെടുക്കുന്നത് ഏറ്റവും കുറ്റമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പൊതുജനം പ്രകോപിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞു. പൊതുജനത്തെ സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ട രീതിയിൽ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അവിടെ വരുന്ന കുട്ടികളുടെ കൗതുകം തന്നെയാണ് ആന, ഇല്ലെന്നല്ല. പക്ഷെ ആ കൗതുകമുള്ള ആനയെ കൗതുകത്തിന് വേണ്ടി ഉപദ്രവിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അമ്പലങ്ങളിൽ അനൗൺസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ, സെൻസിറ്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര പോലീസ് അത്ര നമ്മൾ ഒരു വർഷം പറഞ്ഞാൽ ജനം അവർ കേട്ടോളണമെന്നില്ല. മനസ്സിലായോ? നമ്മൾ ബാഡ്ജും വെച്ച് പോയാൽ എത്രത്തോളം അവർ കേൾക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാനേ പറ്റുള്ളൂ, നമുക്ക് ഉപദേശിക്കാൻ പറ്റും. എങ്കിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ ആനകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ശ്രീകുമാർ, പിന്നെ ഈ ചിത്രീകരണത്തിനിടയ്ക്ക് പലപ്പോഴും നമ്മളെപ്പോഴും കാണുന്ന ആനയ്ക്ക് ചില കുറുമ്പുകളാണ് അല്ലെ, ഒരുപാട് വികൃതിയുള്ള ഒരു ജീവി കൂടിയാണ്. നമ്മൾ ഇതിനെ ഒരു വലിയൊരു വന്യജീവിയായിട്ട് കാണുമ്പോൾ തന്നെ ഒരു സ്നേഹവും കൂടെ നമുക്ക് അതിനോടുണ്ട്. അത്തരം കുറുമ്പുകളൊക്കെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിരവധി ഉണ്ടാകുമല്ലോ. ഇപ്പൊ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ ആനയും ജീവിച്ചിരിക്കുന്നു പാപ്പാനും ജീവിക്കുന്നു, രണ്ടുപേരുടെയും പേര് പറയുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രമുഖരായ 3 ആനകളൊരു വലിയ തറവാട്ടിലെ ആ പാപ്പാൻ ഈ ആനയായിട്ട് വളരെ ജന്മം. പക്ഷെ ഇയാൾ മദ്യപാനുണ്ട്. അത് ആനപ്പാപ്പാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആനപ്പാപ്പാന്മാർ മദ്യപിക്കുന്നല്ലോ. സുഹൃത്തെ, ഇവിടുത്തെ മാധ്യമപ്രവർത്തകനും ഇവിടുത്തെ വക്കീലും ഇവിടുത്തെ ഡോക്ടറും എല്ലാം മദ്യപിക്കുന്നത് മലയാളിയുടെ ശീലമായതുകൊണ്ടാണ്. മലയാളിയുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഇവിടുത്തെ ആനപ്പാപ്പാൻ. ഞാൻ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളപ്പോൾ അവിടുത്തെ ആനപ്പാപ്പാന്മാരിൽ നല്ലൊരു 90% മദ്യപിക്കാത്തവരാ. ഇവിടുത്തെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ആ ആനപ്പാപ്പാൻ മദ്യപിച്ച് ഞങ്ങളുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ആനയുടെ കാൽച്ചോട്ടിൽ വീണുപോയി. മണിക്കൂറുകളോളം ഈ ആന ഷൂട്ടിംഗ് തീരുന്ന വരെ ആ 2 കാലുകൾക്കിടയിലായിട്ട് ഈ ആനയെ പാപ്പാനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് നമ്മുടെ അനുഭവമാണ്. പിന്നെ മുതുമല ആനക്യാമ്പിൽ രതി എന്ന് പറയുന്നൊരു ആനയുണ്ട്. ഏതാണ്ട് ഞാൻ പറഞ്ഞ പകുതി കാട്ടാനയും പകുതി നാട്ടാനയും 8ഓളം ആനക്കുഞ്ഞുങ്ങളെ അവിടെ തന്നെ പ്രസവിച്ചിട്ടുണ്ട് അവിടെ. ഇത് മാത്രമല്ല, ആ ക്യാമ്പിലെ വേറെ ഏത് പിടിയാന പ്രസവിച്ചാലും പ്രസവത്തെ ആ തള്ളയ്ക്കുള്ളൂ. അതിനുശേഷം 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മൊത്തം സംരക്ഷണം ഈ രതിയമ്മ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ അവസാനം ആനക്കുട്ടി വലുതാകുമ്പോൾ തള്ളയിൽ നിന്ന് വേർപിരിക്കുമല്ലോ. വേർപിരിക്കുന്ന സമയത്ത് അതിൻ്റെ നാച്ചുറൽ ഗാഡി പെറ്റമ്മയ്ക്ക് ഒട്ടും നോവില്ല. പക്ഷേ ഈ പോറ്റമ്മയിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നത് അവിടുത്തെ ഒരു വലിയ പ്രോസസ്സ്. അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന ഏറ്റവും വലിയൊരു സങ്കടകരമായ, കാരണം ഇവൾ ദിവസങ്ങളോളം കരച്ചിലും ഇതായിരിക്കും. ഇത്രയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മറ്റു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തത് കൂടാതെ കാട്ടിൽ തള്ളയാന ഒറ്റപ്പെട്ടു പോയ ബൊമ്മൻ എന്ന് പറയുന്ന ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അവളിനെയും അവൾ പിടിച്ചുകൊണ്ട് വന്ന് സംരക്ഷിച്ചു. ഇങ്ങനെ ഒരുപാട് സ്നേഹത്തിൻ്റെതായ കഥകൾ. പിന്നെ മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആന, ഇപ്പൊ നേരത്തെ പറഞ്ഞേ എന്തുകൊണ്ട് ആന കൊല്ലുന്നു, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. മീനാക്ഷി അമ്മ എന്ന് പറഞ്ഞ കളർകോട് ക്ഷേത്രത്തിനടുത്തുള്ളൊരു സ്ത്രീയുണ്ട്. വഴിയിൽ കണ്ട ഏത് അടുത്തുള്ള കടകളിൽ നിന്ന് ആപ്പിള് മുന്തിരിയൊക്കെ ഇത്തിരി കിട്ടി ഇവരെല്ലാം കളക്ട് ചെയ്യും. ഇവരുടെ വീട്ടിൽ 4 ചക്കയുണ്ടായാൽ അവരൊരു പഴച്ചക്ക എടുത്തുകൊണ്ട് മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ കൊടുക്കുമായിരുന്നു. കാരണം ഇവരുടെ വീടിനടുത്താണ് ഇവനെ കെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കും. ഇതെല്ലാം ചെയ്തിരുന്ന അവരും ഒരു ദിവസം അബദ്ധത്തിലോ ഇതിലോ മുല്ലയ്ക്കൽ ബാലകൃഷ്ണന്റെ കൈകൾ കൊണ്ട് മരിച്ചു. എന്താണ് ഇതിലെ സ്നേഹത്തിന്റെ കുറവാണോ? അപ്പൊ പാപ്പാന്മാരുടെ ക്രൂരത കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. മുതുമല ആനക്യാമ്പിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ക്യാമറാമാൻ ആനയുടെ പിന്നിലൊന്ന് രാവിലെ ഇവരെല്ലാം ആനയുടെ ഒപ്പം ഗിന്നസ് റെക്കോർഡിന് വേണ്ടി കൊമ്പ് വളർത്തിയിരുന്ന ആനയാണ്. രാവിലെ എല്ലാവരും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. വൈകുന്നേരം ഞങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്നെ കൂടി എൻ്റെ ഒപ്പം നിർത്തി ഫോട്ടോ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇപ്പോഴും ആനയുടെ അടുക്കാറില്ല. നേരത്തെ പറഞ്ഞാൽ പൊതുജനമാണ് അധികം നല്ലൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളൊരു കീപ് ഡിസ്റ്റൻസ്, അതാണ് ഏറ്റവും നല്ല പോളിസി. ആനയെ അകലത്ത് നിന്ന് കാണുക, അകലത്ത് നിന്ന് സ്നേഹിക്കുക. പൊതുജനം അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ എന്നെ കൂടി നിർത്തി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ക്യാമറാമാൻ ചെന്ന ആനയുടെ രാവിലെ തൊട്ട് കൊമ്പിൽ പിടിച്ചെന്ന് ഫോട്ടോ എടുത്താനാ. വൈകുന്നേരം അതേ ആനയുടെ പിന്നിൽ ചെന്ന് തൊട്ടപ്പോൾ വിത്തിൻ്റെ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് എന്ന പോലെ ആന തൂക്കി എറിഞ്ഞതിനെ കുത്തുവാണ്.
ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്നേഹത്തിന്റെ കുറവല്ല. ആന ഒരു വൈൽഡ് അനിമൽ തന്നെയാണ്, ഏത് ജീവിയെ പോലെ. പക്ഷേ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാവുന്നത് കഴിയുന്നത്ര അകന്നു നിൽക്കുക, കഴിയുന്നത്ര ഇതിന്റെ പീഡനങ്ങളും, ഇതിന്റെ പീഡനം എന്നല്ല വാക്ക് ഉപയോഗിക്കുന്നത്, ആനയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അതിനൊരു സെൽഫ് റെഗുലേഷൻ ഉണ്ടാവും. ഉത്സവ കമ്മിറ്റി ആയാലും ആനപ്രേമികളായാലും എല്ലാം. ശ്രീമാൻ ഒരു പോയിന്റ് ഞാൻ പറയണം. ഹി ജസ്റ്റ് സെഡ് ആന ഒരു വന്യമൃഗമാണ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ആർ സെയിങ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ആന വന്യമൃഗം തന്നെയാണ്. ആനയെ ഒരിക്കലും നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് ആനയെ ട്രെയിൻ ചെയ്ത് മെരുക്കാൻ പറ്റും. ഈ ട്രെയിനിങ് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയൂ ആനക്കാരോടൊക്കെ. എങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്യുന്നത്? അതൊരു വല്ലാത്തൊരു ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബ്രേക്കിംഗ് ഓഫ് സ്പിരിറ്റ് ആണ്. ഇറ്റ് ഈസ് എക്സാക്ട്ലി ദാറ്റ്. ആനയുടെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് ആനയെ അതായത് ഒരു അടിമയാക്കുക, എന്നിട്ട് നമ്മൾ പറയുന്ന പോലെ ആന കേൾക്കുന്ന ആ രീതിയിലേക്ക് ആനയെ കൊണ്ടുവരിക. How exactly do they do it? ഇപ്പൊ ഒരു മിനിറ്റ് there is a new technique that has been introduced. New means കുറച്ച് കാലമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ്. വളരെ അതായത് റിവാർഡ് ബേസ്ഡ് ടെക്നിക്, where you don't punish the elephant, റിവാർഡ് കൊടുത്തിട്ട് ആനയെ ട്രെയിൻ ചെയ്യുന്ന ഒരു ടെക്നിക്. അതാണ് ഇവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരോ എലിഫന്റ് റെസ്ക്യൂ സെന്റേഴ്സിൽ അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മഥുര, യു കെൻ കം വിത്ത് മീ ഓർ യു കെൻ ഗോ ഓൺ യുവർ ഓൺ ആൻഡ് സീ. കൃഷ്ണനെയും കാണാം, ആനയും കാണാം. എങ്ങനെയാണ് ഇതിനെ ട്രെയിൻ ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഞങ്ങൾക്ക് സർക്കാർ പിടിച്ചു തന്നിട്ടുള്ളതാണ്. ഞങ്ങൾ പോയി പിടിച്ചു കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളതല്ല, മനസ്സിലായോ? ഇത് കാലാകാലങ്ങളായി സർക്കാർ കുഴിയിൽ വീണ് സർക്കാർ അതിനെ പിടിച്ച് ട്രെയിൻ ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്പലത്തിൽ കൊണ്ടുപോയാൽ ഈ പലപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ശീവേലി സമയത്ത് പാപ്പാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിൽക്കണം, എവിടെ പഠിപ്പിച്ചിട്ടല്ലോ. 5 വയസ്സായ കുട്ടിയുടെ ബുദ്ധി ഒരു ആനയ്ക്കുണ്ട്. നമ്മുടെ മനുഷ്യരിൽ 5 വയസ്സായ കുട്ടിയുടെ ഒരു ബുദ്ധി ഒരു ആനയ്ക്ക്, ഒരു കൊമ്പൻ ആനയായിരുന്നാലും പിടിയാനയായാലും അതിനുണ്ട്. അത് നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യാനായിട്ടെന്ന് പറയാം 72 ശേഷം ഇപ്പൊ ട്രെയിനിങ്ങിന്റെ പ്രസക്തി ഇപ്പൊ കേരളത്തിൽ ഇല്ല. ഒരാനയും കാട്ടിൽ നിന്ന് ആനപിടുത്തം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലില്ല. പിന്നെ എവിടെയെങ്കിലും കാട്ടിൽ ചെറിയ കുഞ്ഞിനെ വീണ് കിട്ടുന്നതാണ് ഇപ്പൊ സർക്കാർ ഇവിടെ പാർപ്പിക്കുന്നത്, കോട്ടൂരൊക്കെ പാർപ്പിക്കുക. അത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പുറമെ അവര് കൈമാറുന്നുണ്ട്. പഴയ പാരിക്കുഴികളുണ്ട്, പഴംകുഴികൾ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും ചിത്രകാർക്ക് പലതും അറിയില്ലാത്തൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു മനഃപൂർവ്വമല്ല, ഞാൻ കാട്ട് പറയണല്ലോ, മനഃപൂർവ്വമല്ല, ചില കാര്യങ്ങൾ അറിവില്ലായ്മ. അതാണ് കയറ്റിവിടാൻ പറ്റില്ല. തിരിച്ച് കാട്ടി പോകൂല, തിരിച്ച് നാട്ടി ഇറങ്ങുന്നത് ആളിനെ കൊന്ന ഇവരാ സമാനം പറയും. കുഴിയിൽ വീണ ആനയെ കാട്ടിൽ സ്വീകരിക്കില്ലേ? കുഴിയിൽ വീണ ആന ചിലപ്പോ 8 മാസം ചിലപ്പോ 6 മാസം ഉള്ള ഒരു ആന കിണറ്റിൽ വീണു. ഫോറസ്റ്റ് അതിനെ കാട്ടി കയറ്റി വിട്ടാൽ ഇത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഈ കാട്ടാന ഇതിന്റെ കൂട്ടത്തിൽ ഇതിനെ അടുപ്പിക്കത്തില്ല. അപ്പൊ അത് പിറ്റേ ദിവസം അതിന്റെ അടുത്ത ദിവസം അത് മരണപ്പെട്ടു. അതുകൊണ്ട് ഫോറസ്റ്റ് അതിനെ എടുത്തുകൊണ്ട് പ്രചാരണം കൊടുക്കുക. മനുഷ്യന്റെ കാട്ടിൽ കൂട്ടില്ല മറ്റുള്ള ആനകൾ. ഇനിയിപ്പോ തന്നെ വനം വകുപ്പ് ചേച്ചി, വനം വകുപ്പ് 2-3 ദിവസം ഒരു കുട്ടിയാനെ കിട്ടി. ആ 2-3 ദിവസം ഇതിനെ കാട്ടാനക്കൂട്ടം സ്വീകരിക്കുമെന്നറിയാൻ കാത്തു നിൽക്കാറുണ്ട്. താങ്കൾ പറഞ്ഞു ഇതിപ്പോ പീഡനം മാത്രമാണ് ഇവിടെ കാണിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ആനയെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ ആനയെ സ്നേഹിക്കുന്ന രീതി എന്തൊക്കെയാണ് നിങ്ങളുടെ രീതി? ഇപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോകുന്ന അതൊക്കെ വിടുക. ആന ഇപ്പോൾ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആനയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനാണ് നിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഞാനാണ് നിന്നെ പരിപാലിക്കുന്നത് എന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ആനയുമായിട്ടുണ്ടാവും. ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് മതപ്പാട് കാലത്ത് പോലും ആനയുടെ അടുത്ത് പോകാൻ പറ്റും. ഈ പൂരപ്പറമ്പിൽ എന്തുകൊണ്ട് ആനകൾ ഇടയുന്നു? അതാണ് ഞാൻ പറയുന്നത്. അത് മതം കൊണ്ടാണ് ഇടയുന്നുള്ള തെറ്റിദ്ധാരണയാണത്. കാരണം ഇത്രയധികം ഡോക്ടർമാര് പരിശോധിച്ചിട്ടാണ് ഈ ആനയെ ഞങ്ങൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കുന്നത്. ഒരു ആനയ്ക്ക് യഥാർത്ഥത്തിൽ ഉറങ്ങാൻ എത്ര നേരം വേണം? അത് രാത്രി ആനയുടെ ഇഷ്ടം പോലെ ആന ഉറങ്ങും. പിന്നെ എന്റെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ആന ഉറങ്ങാതെ നിൽക്കാറുണ്ട് രാത്രി. അതൊക്കെ ആനയുടെ സ്വഭാവമാണ്. ആനയ്ക്ക് തോന്നുമ്പോഴേ അത് നമ്മൾ പിടിച്ച് കിടത്തിയാലും ആന ഉറങ്ങില്ല. ആന ഉടമസ്ഥർ എന്നുള്ള രീതിയിൽ ആനയ്ക്ക് നിങ്ങളോടാണോ സ്നേഹം, അതോ അതിന്റെ കൂടെ നടക്കുന്ന പാപ്പാനോടായിരിക്കും? ആനയ്ക്ക് അനുസരണമേ ഉള്ളൂ, സ്നേഹമില്ല ഞാൻ പറയില്ല. ഒരു സിനിമയുണ്ട് ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ട്. ആ ഗുരുവായൂർ കേശവനെ പറ്റിയിട്ട് എഴുതിയ ഒരുപാടുണ്ട്. അതെ, അത് തന്നെ, അത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അല്ലല്ല, യാഥാർത്ഥ്യമാണത്, യാഥാർത്ഥ്യമാണ്. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞത് ആ ആനയുടെ എല്ലാ കാര്യങ്ങളും എഴുതിയതുണ്ട്. അത് വായിച്ചു നോക്കൂ, ആ ആന എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ചങ്ങല അതിൽ ഇന്ന് അവിടെ അതിനെ ആരാധിക്കുന്നത്. ഓക്കെ, ആനയ്ക്ക് സ്നേഹമുണ്ട്,
ആനയ്ക്ക് സ്നേഹമുണ്ട്. Of course, no doubt. പറയൂ, ആനയുടെ ഉടമസ്ഥനോടായിരിക്കും ആനയെ കൊണ്ട് കിടക്കുന്ന പാപ്പൻ? ഉടമസ്ഥനോട് തീർച്ചയായിട്ടും ആനയ്ക്ക് നല്ല സ്നേഹം ഉണ്ടായിരിക്കും. എല്ലാ ഉടമസ്ഥനോടും ഉണ്ടായിക്കോളും. നല്ല ഉടമസ്ഥനോട് നമ്മളെങ്ങനെ ആനയുമായി ഉള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, അതനുസരിച്ചാണ് ആന നമ്മളെ ശ്രീകുമാറിന്റെ പിന്നെ ആ ഫിലിമിൽ ഞാൻ കണ്ടിരുന്നു, വീട്ടിന്റെ അകത്തേക്കൊക്കെ പോകുന്ന ഒരു ആനയുടെ ഇതിപ്പോ എന്റെ വീട്ടിൽ നിൽക്കുന്ന ആന എന്റെ വീടിന്റെ അകത്തേക്ക് ഓടി വരും. ഞാൻ വിളിച്ചാൽ ഓടി വരും. ചേച്ചി പറഞ്ഞില്ല ഈ പറഞ്ഞില്ലേ പാപ്പാന്മാരോട് കൂടുതൽ. ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നെന്മാറ വല്ലങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ കണ്ടതാ, അവിടെ ഒരു ആന ഇടഞ്ഞു. സാജ് പ്രസാദ് എന്ന് പറയുന്ന ആന. സാജ് പ്രസാദ് എന്ന് പറഞ്ഞ ആന ഇടഞ്ഞപ്പോ എല്ലാരും കംപ്ലീറ്റ് പബ്ലിക്കിനെ മാറ്റുവാണല്ലോ. അവിടെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന തൃശ്ശൂർ പൂരത്തിന് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ആനയെ കൊണ്ടുവന്നിട്ട് അവന്റെ പാപ്പാൻ രാജു എന്ന് പറയും. അപ്പൊ ഈ ആന ചങ്ങല പൊട്ടിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ നേരെ ഈ രാജു എന്ന് പറയുന്ന പാപ്പാൻ ഈ ശങ്കരനാരായണൻ ഒന്നും അടിയുടെ പീഡനത്തിന്റെ ഒന്നുമല്ല, ശങ്കരനാരായണനോട് കയറി വിലക്കിടാന്ന് പറയുമ്പോൾ ഈ ആന മുന്നും പിന്നെ നോക്കാതെ ഇടഞ്ഞു നിൽക്കുന്ന സാജ് പ്രസാദിനെ കൊമ്പിൽ കോർക്കുവാണ്. ഇതിന്റെ പീഡനങ്ങൾ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരു ആനപ്പാപ്പാൻ മാറിയിട്ട് അടുത്ത ആനപ്പാപ്പാൻ കയറി. ഇപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് ഒരു ആനപ്പാപ്പാൻ തന്നെ പണ്ടത്തെ നേരത്തെ വെച്ചു ഒരു തറവാടിന്റെ അവിടെ ഒരു ആനയോടൊപ്പം വർഷങ്ങളോളം ഒരേ പാപ്പാൻ. പക്ഷെ ഇന്നത്തെ സമകാലിക ലോകത്തില് പാപ്പാന്മാർ അടിക്കടി മാറും. അത് ആനയുടെ ഒരു പരിധി കഷ്ടകാലമാണ്. അപ്പൊ ആദ്യ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ പീഡനത്തിൻ്റെതായിട്ടുള്ള വടിയപ്രയോഗങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അതില്ലാതെ ഒരാനയും ഒരു പാപ്പാനെയും അനുസരിക്കില്ല. പക്ഷേ ആ പീഡനങ്ങൾ ചില സമയത്ത് കടന്ന കൈയായി പോകാറുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. ഇവിടെ നമ്മുടെ കൈരളുടെ എപ്പിസോഡിൽ തന്നെ ഞാൻ 6.5 വർഷത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഉടമസ്ഥന്റെയും ആനയുടെ പേര് പറഞ്ഞെടുത്ത് പച്ചയായിട്ട് വിമർശിക്കേണ്ടി വന്ന 2-3 ഇൻസിഡൻസ് ഉണ്ട്. അതിവിടെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആന അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഈ പിടിച്ചോണ്ട് വരുന്ന ആനയെ ഇങ്ങനെയല്ലല്ലോ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞത്, അതായത് ഒരു പാപ്പാൻ മാറി മറ്റു പാപ്പാൻ വരുമ്പോ കാട്ടീന്ന് പിടിച്ചോണ്ട് വരുന്ന ആനയെ, റോ ആയിട്ട് ഉള്ള ആനയെ, കുഴിക്കാത്ത വീണിട്ടുള്ള ആന എടുത്ത് അവർ ട്രെയിൻ ചെയ്യുന്നില്ലേ, അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ആനക്യാമ്പിൽ ഒരു 4-5 ആനകൾ പോയിട്ടുണ്ട്. അവിടെ കുറച്ച്, പക്ഷെ ഒരു ദിവസം പോയിട്ട് ഇത്രാജ് ക്യാമറയായിട്ട് പോയി നിന്നാൽ മനസ്സിലാവില്ല. ദിവസങ്ങളോട് ആ പ്രോസസ്സിന്റെ പിന്നാലെ നടക്കണം. അവിടെയും ഞാൻ പറഞ്ഞ പോലെ മധുരം കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം അനുസരിക്കും, 4ാമത്തെ ദിവസം മധുരം കൊടുത്താൽ ചിലപ്പോൾ അവൻ അനുസരിച്ചില്ല. അവന്റെ വൈൽഡ് ഇൻസ്റ്റിങ് അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കും. ആ സമയത്ത് തീർച്ചയായിട്ടും ചെറിയ ചെറിയ അടികൾ കൊടുക്കുന്നുണ്ട്. ആദ്യം ചെറിയ ചൂരിൽ വെച്ച് അടിക്കും. വേറെ കാരണമുണ്ട്. തോട്ടി നമ്മളൊരു സുരക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ വെക്കുന്നതാണ്. കാരണം പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഇത്രയും ജനമധ്യത്തിലേക്കാണ് നമ്മൾ ആനയും കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രകോപിതനാവുകയാണെങ്കിൽ ആന, ആ പ്രവണത ഉണ്ടായാൽ ആ സമയത്ത് നിയന്ത്രിക്കാനാണ് തോട്ടി. ഇത്രയും വലിയൊരു മൃഗം ഈ ഒരു ചെറിയ വടിയിൽ പേടിക്കണമെങ്കിൽ എന്തുമാത്രം ആ വടിയിൽ പീഡനം അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തുമാത്രമെന്നില്ല പീഡനം ഇപ്പൊ നമ്മുടെ കുട്ടികളും അനുഭവിക്കുന്നുണ്ടല്ലോ. ശിക്ഷ ചെയ്താൽ നമ്മൾ അടി കൊടുക്കില്ല. അതുമാതിരി അല്ലല്ലോ ഇത്രയും വലിയൊരു മൃഗത്തിന് ഒരു ചെറിയ അടി. അങ്ങനെയാണെങ്കിൽ ചെറിയ വടിയാണെങ്കിലും തോട്ടിയാണെങ്കിലും ആനയ്ക്ക് പ്രശ്നമല്ല. 1 ഇഞ്ചിൽ കൂടുതൽ കട്ടിന്റെ തൊലി, എത്ര കട്ടിയുണ്ടെങ്കിലും തൊലി വളരെ സെൻസിറ്റീവ് ആണ്. തൊലി വളരെ സെൻസിറ്റീവ് ആണ്. തൊലിയുടെ കട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആനയ്ക്ക് തോട്ടി വേണം, ആനയ്ക്ക് മെയ്ച്ചങ്ങല വേണം. ആനയുടെ മെയ്ച്ചങ്ങല തന്നെ അമരത്തിന്റെ മുകളിൽ മുറുക്കേണ്ടുണ്ടെങ്കിൽ അമരത്തിന്റെ മുകളിൽ മുറുക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി സർക്കാർ തന്നെ പറയുന്നുണ്ട്. ആ സർക്കാർ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തുറന്നു പറയട്ടെ. അതൊന്നും പാടില്ല, അത് പാടണം. അത് സർക്കാരിനോട് പറയുന്നത്. ഈ ചിത്രാജി പറഞ്ഞ മാതിരി ഞങ്ങള് എന്താ പറയുവാണെങ്കിൽ സ്വതന്ത്രമായിട്ട് വിടാനോ എല്ലാത്തിനും കുറെ 19 ഏക്കർ വനഭൂമി സർക്കാർ ഞങ്ങൾക്ക് തരട്ടെ. ഉടമകൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. ഞങ്ങൾ തന്നെ ഉടമകൾ കാശ് സ്വരൂപിച്ചുകൊണ്ട് ഇത്തരം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവണം. ഞാൻ ഈ കാര്യം കേന്ദ്ര വനംവകുപ്പിനെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ പരിപൂർണ സഹകരണം നമുക്ക് ലഭിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇനി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പല പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ട് അതിനൊരു
മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഓരോ വെടിമരുന്ന് പ്രയോഗവും ഈ ചെണ്ടമേളവും ഒക്കെ കുറച്ച് ദൂരെ വെച്ചൂടെ? ആനയുടെ നേർക്കീഴിൽ വെക്കാറില്ല. എന്താ കാരണം തൃശ്ശൂർ പൂരം, എനിക്ക് മറ്റുള്ള ഇതൊന്നും അറിയില്ല. തൃശ്ശൂർ പൂരം ആനകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ചരിത്ര പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഞങ്ങൾ ആനകളെയൊക്കെ അത്രയും ഡിസ്റ്റൻസ് മാറ്റിയിട്ടാണ് നിർത്താറ്. അതിനുശേഷം അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷമേ കരിമരുന്ന് പ്രയോഗമൊക്കെ ചെയ്യാറുള്ളൂ. മനസ്സിലായി? എല്ലാ സുരക്ഷാ നടപടികളും എടുത്തതിന് ശേഷം അത് ചെയ്യാറുള്ളൂ. ആനകളെ ഈ പറയുന്ന മാതിരി നേരെ അതിന് മുമ്പിലൊന്നും കൊണ്ട് നിർത്താറില്ല. ഏതായാലും ഇപ്പം കാട്ടാന നാട്ടാന ആയി മാറി. സോ അറ്റ്ലീസ്റ്റ് ഇനി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടാണ്ട് ഇനി ആനക്കിനി എന്ത് സുഖം, അവരുടെ ഈ കഷ്ടം എങ്ങനെ നിർത്താൻ, ആനക്കിനി എങ്ങനെ ബാക്കി ജീവിതം സുഖമായി ജീവിക്കാൻ പറ്റും? നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കളുടെ ഒരു നിർദ്ദേശം പറയാം. എന്താണ് ഇനി നിങ്ങൾ ആനയ്ക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മകൾ? ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, എല്ലാവിധ നന്മകളും ആനയുടെ നല്ല രീതിയിലുള്ള പരിപാലനത്തിനും എല്ലാം അതിനാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എന്തൊക്കെയാ ഒരു ഉദ്ദേശം, ചിലതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി പറയാൻ? അല്ല, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ വയസ്സായ ആനകളെ കൊണ്ട് നിർത്താനും, പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഞങ്ങൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം സാധാരണഗതിയിൽ ഈ തെരുവിൽ കൂടി അല്ലല്ല, അതിനൊന്നും ഞങ്ങൾ ഒരു സംഘടന അനുകൂലിക്കില്ല. തെരുവിൽ കൂടെ നടത്തുന്നതിനൊക്കെ എന്തൊക്കെയാണോ ഗവൺമെന്റ് അനുശാസിക്കുന്ന പറയുന്ന നിയമങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിരീക്ഷിക്കാനല്ലേ ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് അതിനുള്ള പ്രതിനിധികളുണ്ട്. കഴിഞ്ഞ മാസം സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഞങ്ങളൊരു സമ്മേളനം വിളിച്ചു കൂട്ടി എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ ചെയ്യുമ്പോഴും ഇന്നലെയും ഞാൻ ഹൈവേയിൽ വഴി വരുമ്പോ ഒരു ആനയെ ഇതുപോലെ പൊരിവെയിലത്ത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. അത് അവിടെയാണ് ചോദിക്കുന്നത്, ഇത് പാലിക്കപ്പെടുന്നുണ്ടോ? അല്ല, അത് പാലിക്കപ്പെടും. അത് ഒരു ഇന്ന് തന്നെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ച നടക്കുമോ? ഇല്ല, കുറച്ചു കാലമല്ല, ഈ അടുത്താണ് ഈ പീഡനം എന്ന പേരിൽ ഒരു സംഭവം ഉണ്ടായത്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ആര് ചെയ്താലും ഏത് ഉടമ ചെയ്താലും ഞങ്ങൾ അത് അനുകൂലിക്കില്ല. പരിപാലനം ഏത് രീതിയിൽ നടത്തിക്കൊണ്ടു പോകണം എന്നാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം? രാഹുൽ പറയും. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എൻ്റെ ഒരു അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ എൻ്റെ പരിമിതമായ അവരിൽ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു മലയാളം ചാനലിൽ ചർച്ച വരുന്നത്. കൂടുതൽ ചാനലുകൾ, മാധ്യമങ്ങൾ ചർച്ച എടുത്താൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ചേഞ്ച് ഉണ്ടാകണം. ആ ചേഞ്ചിന് അത് പക്ഷേ ഇവർക്ക് സാധിക്കാൻ കഴിയില്ല. ഇവർക്ക് ലിമിറ്റഡായ കോൺസ്റ്റിറ്റ്യുവൻസിയോ അല്ലെങ്കിൽ അപ്രോച്ചേ ഉള്ളൂ. NGOസിന് പരിമിതമുണ്ട്. മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അവയർനെസ് ഉണ്ടാക്കുകയും ഇവയ്ക്കെല്ലാം നമുക്ക് ബഹുമാനം ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നതോടെ കുറേ പ്രശ്നങ്ങൾ മാറും. പിന്നെ ആഡംബരം മാറി അലങ്കാരം മാത്രം മതി എന്നും ഒരു മിതത്വം, ഒരു സെൽഫ് റിസ്ട്രെയിന്റ് എല്ലാവരും പാലിക്കുന്നത് നന്നായിരിക്കും. വയ്യാത്ത ആനകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയ്യാത്ത ആനകൾ, വയസ്സായ ആനകൾ, അവരെയൊക്കെ റിട്ടയർ ചെയ്ത് അവർക്കൊരു റെസ്ക്യൂ സെൻറ്റർ ഉണ്ടാക്കി അതിനകത്ത് അവരെ പരിപാലിക്കണം. ആൻഡ് ആനകൾക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഏജ് തീരുമാനിക്കണം. അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ല. ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. എവറിബഡി, പീപ്പിൾ ഷുഡ് പാർട്ടിസിപ്പേറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്സവത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുക, ആ മണിക്കൂറുകൾ നീണ്ട എഴുന്നള്ളിപ്പ് കുറച്ച് ഒരു സെൽഫ് റെഗുലേഷൻ കൊണ്ടുവരിക. അതിനുവേണ്ടി ഞാൻ ഒരു കരുണയുള്ള ഒരു ദൈവവും അങ്ങനെ ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ അതിനെതിരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ പൊതുജനം അവർ ഈ പാപ്പാനെയും ഉടമയെയും ആക്രമിക്കുന്നതിന് പകരം ആദ്യം പൊതുജനം ഒന്ന് സെൽഫ് റെഗുലേഷൻ പാലിക്കണം. എങ്ങനെ ആനയിൽ നിന്ന് അകന്നു നിൽക്കാം? ഒരു ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ ആനയെ കൂക്ക് വിളിച്ച് കൂടുതൽ പ്രകോപിതനാക്കാതെ തങ്ങളാൽ കഴിയുന്ന വിധം അതിനെ എങ്ങനെ തളയ്ക്കുവാൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തമിഴ്നാട് സർക്കാർ വർഷത്തിൽ 2 മാസം എൻ്റയർ തമിഴ്നാട്ടിലുള്ള മുഴുവൻ ആനകളെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് 2 മാസം അവർക്ക് ആവശ്യമായ മരുന്ന്, ഭക്ഷണം, വെള്ളം ഇതെല്ലാം കൊടുത്തൊരു റിജുവിനേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതേപോലെ കേരളത്തിൽ ഇത്രയധികം ആനകളുള്ള ഒറ്റ സ്ഥലത്ത് പറ്റില്ല. ഒരു 3 സെന്ററുകളിലായിട്ട് വർഷത്തിൽ 2 മാസം എല്ലാ ആനകളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആനകൾക്ക് നല്ലതാണ്. ഈ പലതരത്തിലുള്ള ആനകളുടെ നേരത്തെ പറഞ്ഞ ഒരു വലിയ മേഖലയിൽ കേന്ദ്രീകരിച്ച് അത് ചെയ്താൽ നമ്മുടെ ടൂറിസത്തിനും പൊതുജനങ്ങൾക്ക് ആനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വലിയൊരു സഹായവും ആനയ്ക്കും അതൊരു സൗഖ്യമായിരിക്കും. ഉത്സവങ്ങളെ സമയക്രമീകരണം അടിയന്തരമായി ആലോചിക്കേണ്ട പ്രശ്നമാണ്. അത് ആനയ്ക്കും പാപ്പാനും ഗുണം ചെയ്യുന്നതാണ്. ശരിക്കും നമുക്ക് നിയമമുണ്ട്. 65 വയസ്സാണ് നമ്മളെ നിയമത്തിൽ ഒരു ആനയ്ക്ക് റിട്ടയർമെൻറ്റ് ഏജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വളരെ ലൈറ്റായിട്ടുള്ളവർക്ക്
ചെയ്യാം ഇതുപോലെ വെറ്ററിനറി ഡോക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 65 വയസ്സായ ആനകൾ ഇപ്പം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആനകളാണ് തന്നെ 2 റിട്ടയർ ചെയ്ത ആനകളുണ്ട്. അതിനിപ്പം കോട്ടൂർ ക്യാമ്പിലാണ് നിൽക്കുന്നത്. വേറെ ഒരു പരിപാടി ഇങ്ങനെ കൊണ്ടുപോകാറില്ല. അതുപോലെ കോന്നി ക്യാമ്പിൽ ഒരു ആനയുണ്ട്. അത് ഓൾറെഡി നിയമമുണ്ട് നമുക്ക്. അതുപോലെ ഈ സമയം തിരക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം ഒരു ആനയെ 8 മണിക്കൂർ എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ. അതും വ്യക്തമായ നിയമം നമുക്കുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കുന്നതിൽ വരുന്ന അപാകതയാണ് ഉള്ളത്. അത് എങ്ങനെ ഈ നടപ്പാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകണമെന്ന് എൻ്റെ അഭിപ്രായം. നമുക്കിപ്പോൾ ഇത്രയും ചർച്ചകൾ ഒരു നല്ല രീതിയിലെത്തി. നമ്മൾ ഇപ്പോൾ ആനയെക്കുറിച്ചും ആനകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും പലതും അറിയാത്ത കാര്യങ്ങൾ നമുക്കിവിടെ പബ്ലിക്കിന് അറിയാവുന്ന അവയർനെസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് ആനകളുടെ കുറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളിലെ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ ആനയും ജനങ്ങളും മനുഷ്യരും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായിട്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സംസ്കൃതി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് വേണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. ഇത് തന്നെയാണ് ആനക്കാര്യം. ആനയോളം വലിപ്പമുള്ള ഒരു വലിയ സംവാദം തന്നെയാണ് ഇവിടെ വിജയകരമായി നടന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.